ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു, കൊല്ലപ്പെട്ടില്ലെന്ന് പറയുന്നു. പക്ഷേ അവിടെ വലിയ സംഘർഷങ്ങളിലേക്ക് പാകിസ്ഥാൻ പോവുകയാണ്. ആരുടെ ലക്ഷ്യമാണ് ഈ കലാപം? ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടാൽ പാകിസ്ഥാനിൽ എന്ത് സംഭവിക്കും, പാകിസ്ഥാൻ ജനത എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പല നിരീക്ഷകരും വ്യക്തമാക്കുന്നത്. അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലീഡർ പാകിസ്ഥാനിൽ ഉണ്ടാവാൻ പാടില്ല. പശ്തൂൺ മേഖലയിൽ നിന്ന് വരുന്ന ഒരു കരുത്തനായ നേതാവാണ്. അദ്ദേഹത്തിന് പശ്തൂൺ മേഖലയിൽ മാത്രമല്ല, പഞ്ചാബിലും സിന്ധിലും അടക്കം പാകിസ്ഥാൻ ജനതയെ മുഴുവൻ തൻ്റെ ആ ഒരു പ്രഭാവത്തിൽ നിർത്താൻ കഴിവുണ്ട് എന്നുള്ളത് അസീം മുനീറിന് ഇമ്രാനെക്കുറിച്ച് നല്ലപോലെ അറിയാം. ഇമ്രാൻ വിചാരിച്ചാൽ, ഇമ്രാനെ ഇന്ന് ഇറക്കി വിട്ടാൽ, ഇമ്രാനെ ഇറക്കി വിട്ടില്ലെങ്കിൽ പോലും ജയിലിലിട്ടിട്ട് ഒരു ഇലക്ഷൻ നടത്തിയാൽ ഇമ്രാൻ്റെ ഫോട്ടോ മതി ഇന്ന് തമ്പിങ് മെജോറിറ്റിയോടുകൂടി ഏതാണ്ട് 250ഓളം സീറ്റുള്ള അവിടുത്തെ പാർലമെൻറ്റിൽ 200 സീറ്റ് മിനിമം കിട്ടാൻ ഇന്ന് ഇമ്രാൻഖാൻ്റെ ഒരു പടം മാത്രം മതി എന്നുള്ളത് അസീം മുനീറിനറിയാം. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് തൻ്റെ പട്ടാള ഭരണ മേധാവി എന്നുള്ള കസേരയും നാളെ ഇനി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ പദവിയിലേക്കുള്ള തൻ്റെ അവരോഹണവും ഒക്കെ കൊതിച്ചു നിൽക്കുന്ന അസീം മുനീറിന് ഇമ്രാനെ വകവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അത് ഒരു സ്ലോട്ടർ കില്ലിങ്ങിൽ പറ്റില്ല. അദ്ദേഹത്തിനെ ഒരു ദിവസം പിടിച്ച് ഒരു സാധാരണ കുറ്റവാളിയെ പോലെ പീഡിപ്പിച്ച് കൊല്ലാൻ പറ്റില്ല. അപ്പോൾ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന എന്തെങ്കിലും നടപടികളിലേക്ക് താൻ പോയാൽ നാളെ ജനം ഇതെങ്ങനെ റെസ്പോണ്ട് ചെയ്യും? അല്ലെങ്കിൽ പെട്ടെന്ന് ഇമ്രാൻഖാൻ ജയിലിൽ കിടന്ന് മരിച്ചു എന്നൊരു വാർത്ത പാകിസ്ഥാൻ മാധ്യമങ്ങൾ, ടെലിവിഷൻ അനൗൺസ് ചെയ്യുകയും പാകിസ്ഥാൻ്റെ കൊടി ദേശീയ പതാക പകുതി താഴ്ത്തി കെട്ടി മോർണിംഗിലേക്ക് പോവുകയും ചെയ്താൽ അവിടെ ഒരു ദുഃഖാചരണമായിരിക്കുമോ അതോ ഒരു പ്രതിഷേധ അഗ്നിയായിരിക്കുമോ ഉണ്ടാകുക? ഒരു പക്ഷേ ശ്രീലങ്കയിൽ ജനങ്ങൾ ഇരച്ചു കയറി പ്രസിഡന്റിൻ്റെ വസതി തകർത്തതുപോലെ, പാർലമെൻറ്റ് തകർത്തതുപോലെ പാകിസ്ഥാനിൽ ഒരു വലിയ, ഇപ്പം തന്നെ പ്രക്ഷുബ്ധമാണ് പാകിസ്ഥാൻ. നമുക്കറിയാമല്ലോ, ബലൂചിസ്ഥാൻ ആയാലും POK ആയാലും സിന്ധ് ആയാലും ഒന്നും തന്നെ സുരക്ഷിതമായി, പശ്തൂൺ കൈവും മേഖല പോലും അല്ലേ, കൈവ് മേഖല പോലും സുരക്ഷിതമല്ലാതിരിക്കുമ്പോൾ ഇമ്രാൻഖാൻ്റെ ഒരു മരണവും കൂടെ വന്നാൽ ഒരുപക്ഷെ പാക് ജനത മുഴുവൻ പേരെയും നിഷ്പ്രഭമാക്കും. മുഴുവൻ ഭരണത്തലവന്മാരെയും ചിലപ്പോൾ വകവരുത്തി കളയുന്നവരെ ഭയമുണ്ട്. ഇത് മാത്രമല്ല, പാകിസ്ഥാനിലെ പട്ടാളത്തിൻ്റെ ഒരു വിഭാഗം, അതായത് മേൽത്തട്ടുകാർ അസീം മുനീറിനോടൊപ്പം നിൽക്കുമ്പോൾ കീഴ്ത്തട്ടിലും മധ്യവർഗത്തിലുമുള്ള ഓഫീസേഴ്സ് അടക്കമുള്ള ഒരു വിഭാഗം ഇമ്രാൻഖാനാണ് ഇതിൻ്റെ പരിഹാരം, പാകിസ്ഥാൻ്റെ ഇന്നത്തെ നിലയുടെ പരിഹാരം. എക്കണോമിക് അപ്ലിഫ്റ്റ്മെൻ്റ് ആയാലും പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആയാലും രാഷ്ട്രത്തിൻ്റെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായാലും ഇമ്രാൻഖാൻ എന്ന ഒരു പ്രധാനമന്ത്രിക്ക് മാത്രമേ അത് കഴിയൂ എന്ന് അവിടുത്തെ പട്ടാളത്തിലെ ഒരു വലിയ വിഭാഗം പോലും വിശ്വസിക്കുന്നു. ഓഫീസേഴ്സിലെ ഒരു വലിയ വിഭാഗം വിശ്വസിക്കുന്നു. ഒരു മൈനോറിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ അസീം മുനീറിനെ കൊണ്ടുപോകുന്നത് എന്ന് വേണം പറയാൻ. കോർട്ട് മാർഷലും അല്ലെങ്കിൽ വെടിവെച്ച് തള്ളലും ഒക്കെ പേടിച്ചിട്ടാണ് പട്ടാളത്തിലെ ഒരു വിഭാഗം പോലും കലാപമുണ്ടാക്കാതെ നിൽക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഇമ്രാൻഖാൻ ഒരു ബനസീർ ഭൂട്ടോ പോലുമല്ല, അല്ലെങ്കിൽ ബനസീർ ഭൂട്ടോയുടെ പിതാവ് ഭൂട്ടോ പോലുമല്ല. അതിലൊക്കെ വലിയ ഒരു നേതാവാണ് എന്ന് ഇതിനകം പ്രൂവ് ചെയ്തിരിക്കുന്നു. പാകിസ്ഥാൻ ജനത അങ്ങനെ ആയിക്കഴിഞ്ഞു. അല്ല, പക്ഷേ ഇദ്ദേഹത്തെ വളർത്തിയത് പട്ടാളമാണല്ലോ. അദ്ദേഹത്തിനെ വളർത്തിയത് പട്ടാളമല്ല, അദ്ദേഹം പട്ടാളത്തിനോടും കൂടെ ഒപ്പം സ്വല്പം അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് കൊടുത്തു എന്നുള്ളതാണ്. കാരണം ആ പട്ടാളത്തിൻ്റെ കൂടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നാലേ പാകിസ്ഥാനിൽ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പം ഡീപ് സ്റ്റേറ്റിനോടൊപ്പം നിൽക്കുന്നയാളിനെ അമേരിക്കയിൽ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇസ്രയേലിലെ അല്ലെങ്കിൽ ജൂതന്മാരുടെ പിന്തുണയോടുകൂടി നിൽക്കുന്ന ഒരാളിന് മാത്രമേ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് നിലനിൽക്കാൻ കഴിയുള്ളൂ. ഇതുപോലെ ഓരോ രാഷ്ട്രങ്ങൾക്കും ഓരോ രീതികളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പട്ടാളത്തിനോട് അനുകൂലമായി നിന്നില്ലെങ്കിൽ അതൊരു പാരമ്പര്യമായി വന്നു കഴിഞ്ഞു. 7 പതിറ്റാണ്ടിൽ കൂടുതലായിട്ട്
ഏതാണ്ട് ആ ഒരു പാരമ്പര്യം അവിടെ ഒരു ശീലമായി കഴിഞ്ഞു. ചില ശീലങ്ങൾ വന്നു കഴിഞ്ഞാൽ ചില സമൂഹത്തിന് വ്യക്തികൾക്ക് മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ചില സമൂഹങ്ങൾക്കും പെട്ടെന്ന് മാറാൻ കഴിയില്ല. ആ ഒരു അവസ്ഥ അവിടെയുണ്ട്. ആ അവസ്ഥയാണ് അസീം മുനീറിനെ ഇമ്രാൻഖാൻ്റെ മരണത്തിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ നടത്താൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറേശ്ശെ 1, 2, 3 പ്രാവശ്യമായിട്ട് ഇമ്രാൻഖാൻ മരിച്ചു എന്നുള്ള പ്രചരണങ്ങൾ ഇങ്ങനെ നടന്ന ഒരു ദിവസം ശരിക്കും മരിക്കുന്ന സംഭവത്തിലേക്ക് നീങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് പാകിസ്ഥാനകത്തു നിന്നുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. അല്ല, അവിടെ എന്തായാലും ഒരു സംഘർഷം സ്വാഭാവികമായി തന്നെ ഉണ്ടാകുമല്ലോ. സാർ ആദ്യം സൂചിപ്പിച്ച പോലെ സാമ്പത്തികമായും സൈനികമായും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ സംഘർഷമാണ്, പട്ടാളത്തിനെതിരെ വലിയ ആക്രമണം നടക്കുന്നു, പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുമല്ലോ. മാറ്റം ആഗ്രഹിച്ചാലും മാറാൻ പറ്റില്ല. കാരണം അസീം മുനീർ ബുദ്ധിയുള്ള ആളാണ്. അസീം മുനീർ പാകിസ്ഥാൻ്റെ ഭരണത്തിൻ്റെ താക്കോൽ വൈറ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ഊണും കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഊരാൻ വഴിയില്ല. അത് പാകിസ്ഥാനിന് ആ പിടിയിൽ നിന്ന് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപക്ഷേ ഇമ്രാൻഖാൻ്റെ വധത്തിൻ്റെ ഡ്രസ് റിഹേഴ്സലിന് പിന്നിൽ പോലും US-ൻ്റെ ഡീപ് സ്റ്റേറ്റിൻ്റെയും ഒക്കെ പിന്തുണ ഉണ്ടോ എന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്ക ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ട്രംപ് ഒന്നും വേണ്ടിയിട്ടില്ല. ഒരു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളോ ഒന്നും തന്നെ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഒരഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇവിടെയാണെങ്കിൽ രാഹുൽ ഗാന്ധി പട്ടായയിൽ പോയാൽ പോലും ഒരു ദിവസം കണ്ടില്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക അപ്പോൾ ഇളകും. എവിടെ എന്ന് ചോദിച്ചുകൊണ്ട്, ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നോ എന്ന് ചോദിച്ചുകൊണ്ട് വരും അല്ലേ? പക്ഷെ അവിടെ ഇത്രയും ദിവസമായി അവരുടെ സഹോദരിയും സഹോദരന്മാരും അടക്കമുള്ളവർ നെഞ്ചത്തടിച്ച് വിളിച്ച് കോടതി വിധിയുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ അദ്ദേഹത്തിനെ കാണാൻ സമ്മതിക്കണമെന്ന് ഇമ്രാനെ. എന്നിട്ട് പോലും സമ്മതിക്കാതെ ജയിലിനകത്ത് ഏകാന്ത തടവ് തന്നെ ഇപ്പം പാടില്ല എന്നാണ്. സോളിറ്ററി കൺഫൈൻമെൻറ്റ് പാടില്ല എന്നാണ്. കാരണം നമ്മുടെ മനസ്സിന് മന്ദത വന്നു പോകും. നമ്മൾ ഏകാന്തമായിട്ട് ഇരുട്ട് മുറിക്കകത്ത് 24 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വിഭ്രാന്തിയും മറ്റു പല പ്രശ്നങ്ങളും വരാം. ഏറെ ദിവസങ്ങൾ ഇത് പോകുമ്പോൾ നമ്മുടെ മെൻ്റൽ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളിൻ്റെയും മെൻ്റൽ ബാലൻസ് ഡൗൺ ആയി ഡിപ്രഷനിലേക്ക് പോകാം. അയാളെ പിന്നെ ഒന്നിനും കൊള്ളാത്തൊരു ഒരു പ്രതിമയായി അധപ്പതിച്ചേക്കാം എന്നൊക്കെ ഉള്ളതാണ് ഈ സോളിറ്ററി കൺഫൈൻമെൻറ്റ്. ഇതിപ്പം ഒരു പരിഷ്കൃത രാഷ്ട്രമാവും. ആ പരിഷ്കൃത രാഷ്ട്രങ്ങൾ പോലും ഇത് സോളിറ്ററി കൺഫൈൻമെൻറ്റിന് എതിരാണെന്നാണ് പറയുന്നത്. അത് അങ്ങനെ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി അടക്കം പറയുന്നത്, ഖ്വാജ ആസിഫ് അടക്കം പറയുന്നത്, ഞങ്ങൾ VIP ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്, 5 സ്റ്റാർ ഫെസിലിറ്റിയാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ഉഗ്രൻ മെത്ത, സൂപ്പർ ഭക്ഷണം, എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, കാർപ്പറ്റ് വിരിച്ച തറ ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ എന്നാൽ ഇതെന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നില്ലല്ലോ, ഒരു വീഡിയോ കാണിക്കുന്നില്ലല്ലോ, വീട്ടുകാരെ ഇതൊന്നും കാണിച്ചു കൊടുക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ പാർട്ടിയിലെ ആരെങ്കിലും കാണിക്കുന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പിന്നിൽ വലിയ നാടകം നടക്കുന്നുണ്ട്. മരിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിനെ വളരെയധികം പീഡിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഇമ്രാന്റെ രാഷ്ട്രീയം അറിയാലോ, അദ്ദേഹം പെട്ടെന്ന് വളർന്നു വരികയാണ് 2 ഇലക്ഷനിലൂടെ കൂടെ. അങ്ങനെ ഒരു പുതിയൊരു നേതാവിന് സാധ്യത ഉണ്ടോ? ഇമ്രാൻ്റെ രീതി അങ്ങനെയാണ്. ഇമ്രാൻ ഒരു കില്ലിങ് ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള ഒരു നേതാവാണ്. അദ്ദേഹം ബൗളിംഗ് ചെയ്യുമ്പോഴും അതാണ്, എതിരാളിയെ പതറിച്ചുകൊണ്ട് തകർത്തുകൊണ്ട് മാനസികമായി അയാളുടെ ശക്തി ചോർത്തുകൊണ്ട് ബൗൾ ചെയ്യാൻ കഴിവുള്ള ആയിരുന്നു ഇമ്രാൻ ഖാൻ. അത് പൊളിറ്റിക്സിലും അദ്ദേഹം അതാണ് എടുത്തിരുന്നത്. തനിക്ക് തൻ്റെ കൂടെ നിൽക്കുന്നവരെ നിർത്തിക്കൊണ്ട്, ആ അനുയായികളെ നിർത്തിക്കൊണ്ട് എതിരാളിയെ പതറിക്കാൻ അദ്ദേഹത്തിന് ഭയങ്കര കഴിവുണ്ടായിരുന്നു. പിന്നെ വിട്ടുവീഴ്ചയില്ല. ഇപ്പോൾ തന്നെ പാകിസ്ഥാനിൽ അദ്ദേഹം പട്ടാള ഭരണത്തിന് അനുകൂലമായി നിന്നെങ്കിലും വിട്ടുവീഴ്ചയില്ലാത്തൊരു നേതാവാണ്. പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ചില തെറ്റൂരങ്ങളെപ്പോലും ഇപ്പോൾ വേണമെങ്കിൽ ചെറിയൊരു കോംപ്രമൈസ് മതിയായിരുന്നു. ആ കോംപ്രമൈസിന് അദ്ദേഹം തയ്യാറാകുന്നില്ലല്ലോ. അങ്ങനെയാണ് പട്ടാളം പ്രതീക്ഷിച്ചത്. ഇദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളും പോപ്പുലറായിട്ടുള്ള ഒരു ലീഡർ നിൽക്കും, പട്ടാളവും നിൽക്കും, രണ്ടും കൂടെ ചേർന്ന് നമുക്കിങ്ങനെ സൂചിച്ച് പട്ടാള ഉദ്യോഗസ്ഥന്മാർക്കും ഇദ്ദേഹവും കുറച്ച് പേർക്കും കൂടെ ഇങ്ങനെ സൂചിച്ച് കഴിഞ്ഞു പോകാമെന്നാണ് വിചാരിച്ചത്. അദ്ദേഹം ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇന്ത്യ വിരുദ്ധത. അത് ഇമ്രാനും ഇന്ന് വരെ മാറിയിട്ടില്ല, മാറാൻ ഇടയില്ല. ഇതിന് പാകിസ്ഥാനിൽ ഏത് പ്രധാനമന്ത്രി വന്നാലും ഇന്ത്യ വിരുദ്ധത അവരുടെ മറ്റൊരായുധമാണ്. ഞാൻ പട്ടാളത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ, പട്ടാളത്തിനെ കൂടെ നിർത്തുന്നത് പോലെ
ഇന്ത്യയെ ശത്രുവാക്കി നിർത്തുന്നതും അവരുടെ ഒരു ആയുധമാണ്. ആ ആയുധമൊക്കെ ഇമ്രാനും എടുക്കും. എന്തായാലും ഇമ്രാൻ്റെ ഭാവി തുലാസിലാണ്. അത് രക്ഷിക്കാനായിട്ടൊക്കെ നീങ്ങേണ്ട പ്രധാന ആൾ അമേരിക്കയാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളാണ്. അവരൊക്കെ മിണ്ടാതെ നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.